ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹസ്ലിംഗ് ഹണി. സോ നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നയാഗ്ര. ഓക്കെ, നയാഗ്രയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ലൈഫ് ഒന്ന് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവിനൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൊണ്ടുപോവാന്ന്. സോ ഇനി നമുക്ക് അവിടെ പോയി കാണാം. സോ ഇവിടെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏതൊരു പോണോന്ന് ഇങ്ങനെ നോക്കാനായിട്ട് നമുക്ക് ആക്ച്വലി ഒരു ബ്രോഷർ പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ചേച്ചിയും അച്ചുവും കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുക എവിടെ കയറണം എന്നൊക്കെ ഉള്ളത്. അച്ചു കണ്ടുപിടിച്ചോ ഇവിടെ കയറണമെന്ന്? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഫൺ ഹൗസിൽ കയറി കൊള്ളാന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഫൺ ഹൗസിൽ കയറിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. സോ ഗായ്സ്, ഇവിടെ വന്നാൽ നമുക്ക് ആക്ച്വലി നയഗ്രയിലെ സ്പീഡ് വേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു റൺവേയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു റൺവേ കൂടെ പോകുന്ന പല കാര്യങ്ങളും. സോ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റേസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മൾ ട്രൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. Few moments later. അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഡ്രാക്കുള ഹോണ്ടഡ് ഹൗസിൽ കയറി ഗൈസ്. എക്സ്പീരിയൻസ് ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇവിടെ ഒന്നും കണ്ടതേ ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്ക് വരുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ആയിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഗൈസ്. ലൈക്ക് ലൈവ് ആക്ടേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പേടിയല്ല. നമുക്ക് എന്നാലും നല്ല എക്സ്പെക്ടഡ് സംഭവങ്ങളല്ലായിരുന്നു. നമുക്ക് കുറച്ച് ഗെയിംസിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 3, 4, 5 അങ്ങനെ പാക്കേജ് ആയിട്ട് ഇവിടെ ഗെയിംസ് പോലെ ലാൻഡ് ഉണ്ട്. 3 ഗെയിംസിന്റെ ഒരു പാക്കേജ് വാങ്ങിച്ചു. പെർ ഒരാൾക്ക് $20 വെച്ചിട്ട് 3 ഗെയിം. നമുക്ക് ഇഷ്ടമുള്ള 3 ഗെയിമിൽ കയറാനായിട്ട് ഇങ്ങനെ ടിക്കറ്റ്സ് കിട്ടും. ഒന്ന് ഈ ഫൺ ഹൗസ് എന്ന് പറഞ്ഞ് അതൊരു 8 ഗെയിംസിന്റെ ഒരു ചെറിയ കോമ്പിനേഷൻ പോലെ ഇടണം. പിന്നെ ഒന്നൊരു മെയ്സ് ആണ്, ലേസേഴ്സിന്റെ ഒരു മെയ്സ്. പിന്നെ ഒരെണ്ണം ഒരു അതേ കൂട്ടി തന്നെ ഒരു ബ്രോണ്ടോസ് പ്ലേ ഹൗസ്, അഡ്വഞ്ചർ പ്ലേ. അത് പുറകെ കാണുന്നതാണ്. അപ്പം ഇനി നമുക്ക് അവിടെയൊക്കെ പോയിട്ട് നമ്മളപ്പോ ഫൺ ഹൗസിൽ കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫൺ ഹൗസിൽ കയറിയിട്ട് ഇനി ബാക്കി കാണാം. അച്ഛന് കുറച്ച് പേടി വന്നു ആദ്യം ചെയ്യാൻ കയറാൻ. ഭയങ്കര ഫണ്ണായിട്ടുണ്ട് ഗൈസ്, ഭയങ്കര ഫണ്ണായിട്ട്. ഇത് എനിക്ക് പറ്റും തോന്നുന്നില്ല ഗൈസ്, ബട്ട് this my turn.
സോ ഇത് ഏതിലാണ് നമ്മളിപ്പോ കേറിയത്? നമ്മൾ വന്നേക്കുന്നത് ഫൺ ഹൗസിലാണ്. ഫൺ ഹൗസ് ഫൺ ആയിട്ടുണ്ടോ ഫൺ ഹൗസിൽ വന്നിട്ട്? കൊള്ളാം. ഇപ്പൊ നമ്മൾ ഒരു പാത്വേ കൂടെ കയറിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട് നിഞ്ച കളിച്ചു. ഇനി ഇങ്ങോട്ട് എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോയി നോക്കാം. ഗെയിംസ് കളിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ആക്ച്വലി ഗെയിംസ് കളിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഫണ്ണൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബട്ട് ഇവർക്ക് കുറച്ചും കൂടെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുണ്ട്. അയ്യോ ഓൾ കച്ചറാസ്, എന്റെ കർത്താവേ ഭയങ്കര ഫുൾ കച്ചറാസ്. ഓ കർത്താവേ, ഓ മൈ ഗോഡ്. ഗൈസ് ഫണ്ണ് തന്നെ. എന്റെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തു ഗൈസ്. ഞാൻ പോട്ടെ. ക്യാമറ. ഓ മൈ ഗോഡ്. ചേച്ചി ചേച്ചി വരൂ. ആപ്കി ചായേ. ഓ ഗോഡ് ഗൈസ്, how's this guys? My sister is having so much fun. How is it, Aju? നമ്മളിപ്പം ലാസ്റ്റ് ഗെയിമിലേക്ക് പോവാണ് ഗൈസ്. അല്ല, ഇതെനിക്ക് ഇതിനകത്തോട്ട് കയറുമ്പോ മറ്റേ തല ചരിഞ്ഞ് ഫോട്ടോസ് ഒക്കെ വരത്തില്ലേ? ഹൗസസ് ഇൻവേർട്ടഡ് ഡൗൺ. സോ നമ്മളെവിടെ ഇപ്പൊ? സോ നമ്മുടെ ലാസ്റ്റ് ഗെയിം ആണല്ലേ? ഹൗ വാസ് ഇറ്റ്? ഇതുവരെയുള്ള ഗെയിം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ് അച്ചു? ഇതുവരെയുള്ള ഗെയിം ഒക്കെ അടിപൊളി. സോ ലൈക്ക് നമ്മൾ മിസ്റ്ററി മേസിലേക്ക് കയറാണ്. സോ ദാറ്റ്സ് എവറിത്തിങ് അബൌട്ട് ടുഡേസ് വ്ലോഗ്. ഞങ്ങള് നയാഗ്രയിൽ ഇപ്പം 3 ഗെയിംസ് ഒക്കെ കളിച്ചു. നമ്മള് ഭയങ്കര ടയേർഡായി ആക്ച്വലി. ഒത്തിരി നമ്മളിപ്പം ഒരു കോണൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത്. റിലാക്സ് ചെയ്യുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇവിടെ ടൈം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11:30 നൈറ്റ് ഒക്കെ ആയി. എന്നിട്ടും സിറ്റി ഭയങ്കര ഓൺ ആണ് ആക്ച്വലി. സിറ്റി ഭയങ്കര ഓൺ ആണ് സ്റ്റിൽ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയായിരുന്നു. ആൻഡ് അതായിരുന്നു ഇന്നത്തെ നമ്മുടെ നൈറ്റ് ലൈഫ്. നയാഗ്രയിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതിന്റെ ഒരു കുട്ടി വ്ലോഗാണ്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.